അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ വക ഒരു ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. എല്ലാവരും ഇന്ന് സ്വാതന്ത്ര്യദിനം നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഒരു വലിയ ആഘോഷത്തിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ദേ റെഡിയായി സെറ്റായി നിൽപ്പുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അതുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളുടെ ഓരോ മിനിയേച്ചർ രൂപങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നല്ല ഭംഗിയിൽ പകർത്തുന്ന അമ്മമാരും അതിനേക്കാൾ അഭിമാനത്തോടെ പകർത്തുന്ന ടീച്ചേഴ്സിനെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ ജുവലിൻ്റെയും ജോഷുവിൻ്റെയും സ്കൂളിൽ ഇന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കുറച്ച് സെലിബ്രേഷൻസ് ഒക്കെയാണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ആർമി സാറുമാരൊക്കെ ഇതേ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി ഇങ്ങനെ നിൽപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു സുഭാഷ് ചന്ദ്രബോസ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരെ എല്ലാം ടീച്ചേഴ്സ് ഇങ്ങനെ സെറ്റാക്കി നിർത്തുകയാണ് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നല്ല നല്ല ഓർമ്മകൾ നമ്മളിങ്ങനെ എടുത്തു വെക്കുന്നത് നല്ലതാണല്ലോ കുട്ടികൾ വലുതാകുമ്പോഴും. അതുപോലെ തന്നെ നമുക്കാണെങ്കിലും കാണാനൊരു സന്തോഷമുള്ളതും കണ്ണിന് കുളിർമയേകുന്നതുമായ കുറച്ച് രംഗങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ പ്രധാന ചടങ്ങിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ ഫ്ലാഗൊക്കെ കൊടുത്തു. ടീച്ചേഴ്സ് എല്ലാവരും ഫ്ലാഗ് കൊടുത്തു കുഞ്ഞുങ്ങൾക്ക്. അത് കിട്ടിയ സന്തോഷത്തിലാണ് ജോഷുവയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജോലിനെ ഇങ്ങനെ നോക്കുന്നു. ജോലി വല്ലാതെ ബിസിയാണ്. അപ്പോൾ ആളെ ഒരു ചെറിയ ഇന്ദിരാഗാന്ധി ആക്കാനൊക്കെ ഉള്ളൊരു ചെറിയ ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. ജോഷ് പിന്നെ വന്നപ്പോൾ ഒരു എന്താ പറയുക ചാച്ചാജിയൊക്കെ ആയിട്ടൊരു റോസാപ്പൂക്കെ കുതിക്കൊണ്ടാണ് വന്നത്. പക്ഷെ വന്ന് കണ്ടപ്പോഴേ അവൻ്റെ ഒരു ഫ്രണ്ട് എക്സൈറ്റ്മെൻറ്റ് കാരണം ആ റോസാപ്പ് മൊത്തം നുള്ളിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഒരു പാതി ചാച്ചാജി മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ക്യാപ്പും കിട്ടിയില്ല നമുക്ക്. പെട്ടെന്നുള്ളൊരു മേക്ക് ഓവർ ആയിരുന്നു കേട്ടോ അവരുടെ രണ്ടുപേരുടെയും. അതുകൊണ്ട് വീഴുന്ന രീതിയിൽ നമുക്ക് ഒരുങ്ങാനൊന്നും പറ്റിയില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഫ്ലാഗ് ഹോസ്റ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹമാണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. HM അടുത്ത് നിൽപ്പുണ്ട്. നോൺ ടീച്ചിങ് സ്റ്റാഫ്, പേരൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലും ഒക്കെ കാത്തു നിൽക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പതാക ഉയർത്തുകയാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം ഇങ്ങനെ ഫ്ലാഗ് മുകളിലെത്തി കഴിയുമ്പോൾ അതിങ്ങനെ വിടർന്ന് അതിനകത്ത് നിന്ന് ആ പൂക്കളെല്ലാം കൂടി ഇങ്ങോട്ട് വീഴുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അതിനുശേഷം കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നുകൊണ്ട് ഒരു റാലിയൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കളെ എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ ജുവലിനെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആ ബാനർ അങ്ങനെ പൊക്കി പിടിച്ച ആളുടെ തലയൊന്നും കാണാത്തതുകൊണ്ട് ബാനർ കുറച്ച് താത്താണ് പിടിച്ചേക്കുന്നത്. എന്തായാലും എല്ലാവരും റെഡിയായത് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നമ്മുടെ ദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു നേടിയ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സന്തോഷം, ആ ഒരു അഭിമാനം ആ കുഞ്ഞുമക്കളിലും കാണുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിനിടയ്ക്ക് നിന്ന് ആ ജുവലിനെ കാണത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി കേട്ടോ, സൈഡിലായിട്ട്. അങ്ങനെ നമ്മുടെ റാലി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ, എല്ലാവരും ഭയങ്കര, ഞാൻ ആലോചിച്ചു ഇനിയിപ്പം ബുദ്ധിമുട്ടായിരിക്കും ഈ വെയിലത്ത് ഇങ്ങനെ പോകാൻ ഭയങ്കര പാടായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. പേരൻസിനേക്കാളും ടീച്ചേഴ്സിനേക്കാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ആണ് അവർ പോകുന്നത്. എൻ്റെ കുഞ്ഞുമോള് താണ്ടെ സാരിയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഏതോ വലിയൊരു അമ്മച്ചിയാണ് ആ പോകുന്നതെന്ന്. അതേപോലെ പെർഫെക്ഷനിലാണ് ആ സാരി എടുത്തുകൊണ്ട് നടക്കുന്നത്. ജോഷി സാറ് പിന്നെ അനങ്ങുന്നേ ഇല്ല. അങ്ങനെ ചേട്ടന്മാരും ചേച്ചിമാരും ആർമിക്കാരും ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് കേട്ടോ ഇതിൽ. അങ്ങനെ ടീച്ചേഴ്സൊക്കെ നല്ല സെറ്റും സാരിയൊക്കെ എടുത്ത് നല്ല സുന്ദരികളായിട്ടും അമ്മമാരൊക്കെ നല്ല ഭംഗിയിൽ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റാലി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ റാലിയുടെ ഇടയ്ക്ക് മുദ്രാവാക്യങ്ങളും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. റോഡായതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എൻ്റെ കുഞ്ഞമ്മച്ചി ഇതാണ്ട് ഇങ്ങനെ സാരിയൊക്കെ ഒതുക്കി പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പേരൻസ് സാരി എടുത്തുകൊണ്ട് വരണമെന്നൊക്കെ സ്കൂളിൽ നിന്ന് പറഞ്ഞെങ്കിൽ ഇത് എടുത്തുകൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് ഞാൻ ശരിക്കും സാരി എടുക്കാൻ. പക്ഷേ അവൾ ആദ്യമായിട്ട് സാരി എടുത്തിട്ട് ഇത് എങ്ങനെ ഇവിടെ ഹാൻഡിൽ ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് വേറൊരു സ്കൂളിൻ്റെ തന്നെ, നമ്മുടെ അടുത്തുള്ളൊരു സ്കൂളിൻ്റെ തന്നെ ഒരു സെലിബ്രേഷൻ നമ്മളെ കൂടെ കാണുന്നുണ്ടായിരുന്നു. അപ്പം നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലുള്ളൊരു ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. ജയ്ഹോ എന്ന് പറഞ്ഞ പാട്ടിട്ടിട്ടാണ് കേട്ടോ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോപ്പിറൈറ്റ് വരും ചാനലിൽ നമ്മൾ ആ പാട്ടിട്ട് കഴിയുമ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇടാത്തത്. അപ്പോൾ അങ്ങനെ കുറേ നല്ല നല്ല പ്രോഗ്രാമുകൾ വഴിയിലൊക്കെ കാണാൻ പറ്റി. ഒരുപാട് സ്കൂളുകൾ ഇങ്ങനെ വന്ന ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ പല സ്കൂളുകളുടെയും പ്രോഗ്രാമുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഫൈനലി നമ്മളൊരു വലം വെച്ച് ഒരു 1.25 കിലോമീറ്ററൊക്കെ നടന്ന് നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ക്ഷീണമൊന്നും അവർക്കില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര ഉഷാറോട് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് പ്രോഗ്രാമുകളും പിന്നെ ഒഫീഷ്യലായിട്ടുള്ള മീറ്റിങ്ങുകളും പിന്നെ ഇവർക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻസ്. അങ്ങനെ റാലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ഒഫീഷ്യൽ പ്രോഗ്രാമുകളും കുറച്ച് അല്ലാതുള്ള കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്കൂളിലെ ഇന്നത്തെ സെലിബ്രേഷൻ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. വാട്ട്സ് യുവർ നെയിം? ജവഹർലാൽ നെഹ്റു.
ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ?